ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലേ യൂണിയൻ ഉള്ളൂ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു നിയമപരമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അത്. പൊതുവിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിലേ അല്ല. അവർ രാഷ്ട്രീയമായി കേരളത്തിൽ LDF ഗവൺമെൻറ് ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് LDF ഗവൺമെൻറ്റിനെ ഒന്ന് മോശപ്പെടുത്താം എന്ന നിലയിൽ കേരള താല്പര്യത്തിനെതിരായിട്ടാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കാൻ നടക്കുന്നല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല, കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ എവിടെയും പോയി പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. അത് ഒരു കേന്ദ്രമന്ത്രി, അത് വാസ്തവത്തിൽ അങ്ങേയറ്റം സംസ്ഥാന വിരുദ്ധവും ജനവിരുദ്ധമായ ഒരു സമീപനമാണ്. യാചിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും എന്ന് പറഞ്ഞത് ഇതേ പ്രസ് ക്ലബ്ബിലാണ്. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കൂട്ടണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. വിധി പോസിറ്റീവ് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 26,000 കോടി രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറഞ്ഞെങ്കിലും 2000-ൽ താഴെ കോടി മാത്രമാണ് കേന്ദ്രം നൽകിയത്. കേരളം ആവശ്യപ്പെട്ടത് പ്രധാനപ്പെട്ട ഭരണഘടനാ വിഷയം എന്ന് കോടതി നിരീക്ഷിച്ചത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വൻ നേട്ടമായി. ഇത് രാജ്യത്തിന് തന്നെ ഗുണം ചെയ്യും എന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേരളത്തിന് പണം നൽകേണ്ടി വന്നതും ഭരണഘടനാ ബെഞ്ചിന് വിട്ടതും കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയാണ്. കേരളം യാചിക്കുകയാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി V. മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കൾക്കും കേരളത്തിന് വേണ്ടി നിവേദനത്തിൽ ഒപ്പിടാത്ത കോൺഗ്രസ് MPമാർക്കും അതിനെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ മുഴുവൻ നേതാക്കൾക്കും കേരളത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരും. കോടതിയിൽ ചോദ്യം ചെയ്തും ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്തും പ്ലാൻ B നടപ്പിലാക്കുന്ന കേരളത്തിന് കോടതി വിധി പോലെ ജനവിധിയും പോസിറ്റീവ് ആകുമോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, നിയമ വിദഗ്ധൻ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ N. ശ്രീകുമാർ, താങ്കളിലേക്കാണ് വരുന്നത്. ഭരണഘടനാ ബെഞ്ചിന് വിട്ട സുപ്രീം കോടതിയുടെ നടപടി, വിധി, കോൺഗ്രസിൻ്റെ പ്രതികരണം എന്താണ്? അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടത് പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം അതിൽ ഒരു അനുകൂല ഘടകമായി കാണുന്നതെന്ന് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ ബെഞ്ചിൽ വിടുമ്പം ഇതൊരു വലിയ വിഷയമായി മാറും, അത് ചർച്ച ചെയ്യപ്പെടുമെന്നൊക്കെയാണ്. അതൊരു പോസിറ്റീവായിട്ട് കേരളത്തിന് എങ്ങനെ മാറുമെന്ന് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഭരണഘടനാ ബെഞ്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചും സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും ഫെഡറൽ സംവിധാനവും കേന്ദ്ര സംസ്ഥാന ബന്ധവും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ കേരളത്തിന് കിട്ടേണ്ട പണം അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കേരളം അടിയന്തരമായി ചോദിച്ച 10,000 കോടി രൂപ അത് കൊടുക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ പണം കിട്ടാതെ കേരളം എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ധനകാര്യമന്ത്രി പോസിറ്റീവാണെന്ന് പറയുമ്പോൾ ആ പോസിറ്റീവ് അല്ലല്ലോ ജനങ്ങൾക്ക് ആവശ്യം. ഭരണഘടനാ ബെഞ്ച് നാളെ വിധി പറയുമ്പോൾ ഒരുപക്ഷെ കേന്ദ്രത്തിനെതിരെ വിധി പറഞ്ഞേക്കാൻ നല്ല കാര്യമാവട്ടെ, കേരളത്തിന് അനുകൂലമായി വിധി പറയട്ടെ, അതും നല്ല കാര്യമാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നം ഏത് രാഷ്ട്രീയ കക്ഷി ഉയർത്തിയാലും അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അവരുടെ കടമ നിർവഹിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ ചില ആവശ്യങ്ങൾ
ന്യായമായി ഉന്നയിക്കാൻ അവരുടെ അഭിഭാഷകർക്ക് സാധിച്ചില്ല എന്നൊരു പരാമർശം വന്നു കണ്ടു. അതിൻ്റെ മുഴുവൻ കാര്യം എനിക്കറിയില്ല, കാരണം എൻ്റെ മുഴുവൻ വിധിയുടെ പൂർണ്ണമായ പകർപ്പൊന്നും നമ്മളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ, എന്തിനാണ് കേന്ദ്രത്തിൻ്റെ അടിയന്തരമായ ആവശ്യം 10,700 കോടി രൂപയോ എത്ര കിട്ടേണ്ട അടിയന്തരമായ ആവശ്യം എന്താണെന്ന് സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത് എന്നതിനെക്കുറിച്ച് ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരത് നാളെ പറയുമെന്ന് പ്രതീക്ഷിക്കാം. കോടിക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് കൊടുത്തിട്ടും കേരളത്തിൻ്റെ ന്യായമായ ആവശ്യം എന്തെന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ന്യായമായ ആവശ്യമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടോ? ന്യായം എന്ന് കേരളം പറയുന്നത് ന്യായമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടില്ല എന്നൊരു തോന്നൽ കേരളത്തിന് വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ധനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. ധനമന്ത്രി കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഇന്നേ വരെ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും ജനത്തിന് വിശ്വാസം വന്നിട്ടില്ല. ബജറ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ ചില നയവ്യതിയാനങ്ങൾ വന്നപ്പോൾ അത് പാർട്ടി അറിഞ്ഞില്ല എന്നൊരു ഒരു തർക്കമൊന്ന് വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ഇപ്പോൾ ഈ ഭരണഘടനാ ബെഞ്ചിന് വിട്ട നടപടിയുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണെന്ന് താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴും വ്യക്തമല്ല. കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്നും കോൺഗ്രസിന്റെ മനസ്സിലാക്കലിൽ എത്രമാത്രം കോടി രൂപ കേരളത്തിന് ഇനി ആവശ്യമുണ്ടെന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ ഈ പറയുന്ന കോടികൾ ആവശ്യമുണ്ടോ എന്നും ഒക്കെ സംശയമുണ്ടോ? ആ കാര്യങ്ങൾ തർക്കിക്കേണ്ടതുണ്ടോ ഇനിയും? കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാട് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ പറയും. ഇതുവരെയുള്ള നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് കേരളത്തിൻ്റെ ന്യായമായി പിരിക്കേണ്ട നികുതി, മൂല്യവർദ്ധിത നികുതി അടക്കം കൃത്യമായി പിരിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷവും UDFും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർച്ച് 31-ന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കൂടുതൽ പണം കേരളത്തിൻ്റെ ട്രഷറി വഴി ഇപ്പോൾ വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ കോടിക്കണക്കിന് രൂപ ഇത്തവണ നികുതി ഇനത്തിൽ കേരളത്തിന് കിട്ടുകയും ട്രഷറി വഴി മാർച്ച് 31-ന് മുമ്പ് 26,000 കോടി രൂപയാണ് ഇത്തവണ ട്രഷറി വഴി വിതരണം ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്, റെക്കോർഡാണത്. അല്ല, ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ എന്താണ്? കേരളത്തിൻ്റെ, ഞാൻ ആവർത്തിക്കുന്നില്ല, അതൊരു ബോറാവും. കേരളത്തിൻ്റെ ധനസ്ഥിതി എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളെ അറിയിക്കാനായിട്ട് ഒരു ധവളപത്രം ഇറക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് കോൺഗ്രസും UDFും പറഞ്ഞിട്ടുള്ളതാണ്. അതവർ ഇറക്കിയിട്ടില്ല. ഇന്നത്തെ ഈ കാര്യത്തെക്കുറിച്ചാണ് ഡോക്ടർ ലാലു ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അത് UDFും കോൺഗ്രസുമാണ്. അവരെന്തുകൊണ്ടാണ് ഈ അഭിപ്രായം പറയാൻ വൈകുന്നത്? ഈ സമയത്ത് കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യം പറഞ്ഞു വഷളാക്കണ്ട എന്ന് കരുതിയാണോ? കേരളത്തിന് വേണ്ടി ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നു എന്നൊരു തോന്നൽ ഇനി ഉണ്ടാകണ്ട, ഇത്രയും കാലം എതിർത്തു, അതിൻ്റെ ചീത്തപ്പേരുണ്ട്, ഇനി അങ്ങനെ പോകണ്ട എന്ന് കരുതിയിട്ടാണോ? എന്താണത്? അതായത് സുപ്രീം കോടതി ഇന്ന് പ്രഖ്യാപിച്ച വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടല്ലേ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയൂ? ചാനലുകളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു കക്ഷിക്കോ അതിൻ്റെ ഒരു മുന്നണിക്കോ പ്രതികരിക്കാൻ കഴിയില്ല. സാധാരണ ചാനലിൽ കാര്യങ്ങൾ വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ അതിനുശേഷം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പ്രതികരണം വരാത്തത് എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തിരിച്ചു വരാം. ഇതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ എ സമ്പത്ത്, തെറ്റിദ്ധാരണയാണ്. തിരിച്ചു വരാം. ഡോക്ടർ എ സമ്പത്ത്, ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ N. ശ്രീകുമാർ പറഞ്ഞത് താങ്കൾ തുടക്കത്തിൽ കേട്ടോന്ന് എനിക്കറിയില്ല. എന്താണ് ഈ പോസിറ്റീവ് എന്ന് KN ബാലഗോപാൽ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം വിധി പോസിറ്റീവാണെന്ന് പറയുമ്പോഴും കേരളത്തിന് ഇതുവഴി എന്താണ് നേട്ടം? കേരളത്തിന് കിട്ടേണ്ട പണം ഇതുവഴി കിട്ടുമോ? പണം കിട്ടാതെ കേരളം എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് കോൺഗ്രസ് സഹയാത്രികനായ N. ശ്രീകുമാർ ഇപ്പോൾ വിശദീകരിച്ചത്. ഭരണഘടനാ ബെഞ്ചിന് വിട്ട നടപടി പോസിറ്റീവായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ലാൽ, ഇതൊരു ഭരണഘടനാ വിഷയമാണ്. ഇതൊരു നിയമപരമായ വിഷയം എന്നുള്ളതിനപ്പുറമായി ഇത് ഇന്ത്യയുടെ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹത്തായ നിയമ പോരാട്ടത്തിൻ്റെ ആരംഭമാണ്.
അപ്പോൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇതുകൊണ്ട് എന്ത് കിട്ടി, ഇത് ഇവിടെ പൈസ ഉടനെ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ പൈസ ഇപ്പോൾ കിട്ടുമോ, ഇപ്പോൾ പൈസ കിട്ടാത്തത് കൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇപ്പോൾ മകൻ ചത്ത് കണ്ടാലും കുഴപ്പമില്ല, ഈ മരുമകളുടെ കെട്ടുതാലി ഒന്ന് അറ്റ് കാണണം, കണ്ണീര് കാണണം എന്നിങ്ങനെ ഈ ഒരു ചൊല്ലുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളീയരായ ചില ആളുകൾക്കെങ്കിലും വല്ലാതെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ട് അവരങ്ങനെ ആ ഒരു വളരെ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സൈക്കിൾ നിന്നുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ പറയട്ടെ. ഞാനിപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയായ ശ്രീ സുഭാഷ് ചന്ദ്രൻ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നിയമപരമായ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. യൂണിയൻ ഗവൺമെൻറ് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നതിനെതിരായിട്ടാണ് കേരളം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131, ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു ഹർജി നൽകുന്നത് നടാടെയാണ്. ഇങ്ങനെ ഞങ്ങൾ ഹർജി നൽകേണ്ടതായി വരും എന്ന് മുമ്പ് ശ്രീമതി നിർമ്മലാ സീതാരാമനോട് അന്ന് പഞ്ചാബ് ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ കേരളത്തിലെ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന് പകരമായി അന്ന് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായിരുന്ന ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ട്, അന്ന് മധ്യപ്രദേശ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു, ഡൽഹി ആം ആദ്മി പാർട്ടിയായിരുന്നു. അങ്ങനെ 9 സംസ്ഥാനങ്ങളുടെ ഒന്നുകിൽ ധനകാര്യമന്ത്രിമാർ, റവന്യൂ മന്ത്രിമാർ, അവരുടെ പ്രതിനിധികൾ, അങ്ങനെ എന്നെ കൂടാതെ ശ്രീമതി നിർമ്മലാ സീതാരാമനുമായി അത്തരത്തിൽ ചർച്ച നടത്തുമ്പോൾ ഈ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളാണ് ആ 1 മണിക്കൂർ നേരം എടുത്ത് ചർച്ച ചെയ്തത്. പഞ്ചാബിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്, ഞങ്ങളുടേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ഈ കള്ളക്കടത്ത്, ആയുധങ്ങളുടെ കള്ളക്കടത്ത്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇത് BSFനും പട്ടാളത്തിനും മാത്രമായി ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളിൽ ഞങ്ങളുടെ ജയിലുകൾ, ഇനി ഈ പണം ഞങ്ങൾക്ക് തന്നില്ല, ഒരു സാധാരണ ഒരു സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ജയിലുകൾ കൈകാര്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ വല്ലാതെ ഞെരുങ്ങുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം, ഞങ്ങൾ അവരെ തുറന്നു വിടണമോ? അതല്ല, ഇനി അദ്ദേഹം പറഞ്ഞതാ, ഇംഗ്ലീഷിലായിരുന്നു വർത്തമാനം, അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അപ്പോൾ വെദർ യു ആർ ഇൻസിസ്റ്റിംഗ് ദാറ്റ് വി ഹാവ് ടു ഇൻവോക്ക് ദി ആർട്ടിക്കിൾ 131 അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ തന്നെ മന്ത്രിയാണിത് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ മുഴുവൻ പകർപ്പും വന്നിട്ടില്ല എങ്കിലും വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145 145(3) പ്രകാരമാണ് ഇത് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഇത് വിട്ടിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 145(3) എന്നത് ദി മിനിമം നമ്പർ ഓഫ് ജഡ്ജസ് who are to sit for the purpose of deciding any case involving a substantial question of law, as to the interpretation of the Constitution or for the purpose of hearing any reference under Article 143 shall be 5. അപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് വിട്ടു എന്നുള്ളതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചതൊരു രാഷ്ട്രീയ വിജയമാണ്. കേരളത്തെ സംബന്ധിച്ച് മാത്രമുള്ള രാഷ്ട്രീയ വിജയമല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വിജയമാണ്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നല്ല. ഇവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫെഡറൽ ഗവൺമെൻറ് നാളെ മറ്റൊരു മുന്നണിയാവാം, ഒരു പാർട്ടിയാവാം, മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കാം. അനുസ്യൂതമായ ഒരു ഒഴുക്കാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരത്തിൽ പാർട്ടികൾ അധികാരത്തിൽ വരികയും മാറുകയും ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ സംഭവിക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച് നിരന്തരമായി നാം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ ശരിയാണ് എന്നുള്ളതും അത് ജുഡീഷ്യറി അത്തരം കാര്യം സ്ക്രൂട്ടണിക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതും ഈ ജുഡീഷ്യൽ സ്ക്രൂട്ടണി എന്നുള്ളതുമെല്ലാം അനിവാര്യമായ ഘടകങ്ങളാണ്. ഇലക്ട്രൽ ബോണ്ടുകളുമായി സംബന്ധിച്ചത് വാസ്തവത്തിൽ അത് നിയമപരമല്ലേ എന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയത് നിയമപരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് സ്റ്റേ ചെയ്യുന്നതിന് അന്ന് സുപ്രീം കോടതി ഇടപെട്ടില്ല, അല്ലല്ലോ, അങ്ങനെ ഉണ്ടായാലേ.
ആ ഇലക്ട്രൽ ബോണ്ടുകൾ അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ ഒന്നാം ഗഡുവായി 10,000 കോടി രൂപയുടേതായ ഇലക്ട്രൽ ബോണ്ടുകൾ ഈ വിധി വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് അച്ചടിക്കാനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയതുമാണ്. ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3)ൻ്റെ 293(3)യുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളത് എങ്ങനെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുന്നതും പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്ന ബാധ്യതകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 293(3)ൽ ആ പരിധിയിൽ ഉൾപ്പെടുത്തണമോ എന്നതുൾപ്പെടെ ഈ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നു. ഇവിടെ 293 ഇതുവരെ സുപ്രീം കോടതിയുടെ ആധികാരിക നിയമപരിശോധനകൾക്ക് വിധേയമായിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇത് വരുന്നത് എന്നുകൂടി നമ്മളിവിടെ കാണണം. ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ കടമെടുപ്പ് അതിൻ്റെ പരിധിയിൽ 10,000 കോടി രൂപ അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ കേസ് അങ്ങ് പിൻവലിക്കുക, ഈ ഹർജി നിങ്ങൾക്ക് പിൻവലിച്ചാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ള നിലയിലാണ്. അതല്ല, അവിടെ കൊണ്ട് തീരുന്നതല്ല വിഷയം. അത് ഇതിലെ ഒരു ഘടകം മാത്രമാണ്, അതിൻ്റെ ഒരു പോയിൻ്റ് മാത്രമാണ്. ഇതൊരു വലിയ ലീഗൽ ഫൈറ്റാണ്. ആ ലീഗൽ ഫൈറ്റ് എന്നുള്ളത് ചെറുതായി കാണണ്ട. SR ബൊമ്മ കേസ് ഓർക്കുക. SR ബൊമ്മ കേസ് ഓർക്കുമ്പോൾ മുമ്പ് രാജസ്ഥാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓർക്കുക. 4:1 ആ വിധി ഓവർ റൂൾ ചെയ്യുന്നത് SR ബൊമ്മ കേസിലാണ്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഓർക്കുക. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ് ഓവർ റൂൾ ചെയ്യുന്നത് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ്. ADM ജബൽപൂർ കേസിനെ നമ്മൾ ഓർക്കുക. ADM ജബൽപൂർ കേസിൽ 4:1 എന്നുള്ള വിധി വന്നത്, ആ വിധി എന്തായിരുന്നു? ഭരണഘടന അനുസരിച്ച് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അങ്ങനെ ആർട്ടിക്കിൾ 32 ഇൻവോക്ക് ചെയ്യാനോ ആർട്ടിക്കിൾ 226 ഇൻവോക്ക് ചെയ്യാനോ ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവകാശമടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. അത് കോടതി അന്ന് അംഗീകരിച്ചുവെങ്കിൽ പോലും അത് പിന്നീട് തിരുത്തേണ്ടതായി വന്നു. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊരു വലിയ ഭരണഘടന, ഇതൊരു വലിയൊരു ഫ്രെയിമിലാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ചും ഒരു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ അത് ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നതായിട്ടുള്ള ആ ധനകാര്യ ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ഇരിക്കാനും അടിമ ഉടമ വ്യവസ്ഥയല്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അപ്പോൾ കേരളം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇത്തവണ സുപ്രീം കോടതിയിൽ ഇങ്ങനെയൊരു ഹർജി നൽകിയത് വഴിയാണ്. അതിൻ്റെ നാൾ വഴികളൊക്കെ കൃത്യമായി തന്നെ ഇവിടെ ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് വളരെ ചുരുക്കിയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ അടി എന്തൊക്കെയാണെന്നുള്ളതും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ വലിയ രീതിയിൽ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത്. ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായി ജനങ്ങളുടെ മുമ്പാകെ ഇതൊരു ജനങ്ങളുടെ വിഷയമാണ്, കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ കേന്ദ്രം പോകുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത് എന്നൊരു ചിന്തയുണ്ടോ ഇപ്പോൾ BJPക്ക്? എങ്ങനെയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയെ കാണുന്നത്? ഡോക്ടർ ലാൽ, ഇന്ന് നമ്മളുടെ കേരളം കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ 131 പ്രകാരമുള്ള സ്യൂട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും അതിൻ്റെ ഉത്തരവും പരിശോധിച്ചാൽ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം കേരളത്തിനുണ്ടായി, അല്ലെങ്കിൽ കേരളം ഇതോടുകൂടി ഭരണഘടനാപരമായ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നൊന്നും പറയാനുള്ള സാധ്യതയൊന്നും ആ ഉത്തരവിൽ കാണുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട സമ്പത്ത്, അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, കേരളത്തിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിൽ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹം ആ സമയത്ത് കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ അത് രാഷ്ട്രീയപരമായി നമുക്ക് സ്വന്തം പാർട്ടിയിലെ അണികളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളെ ഒന്ന് സജീവമാക്കി നിർത്താൻ ഗുണം ചെയ്യുമെന്നുള്ളതല്ലാതെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം? കേരളം ചരിത്രത്തിലാദ്യമായി ആർട്ടിക്കിൾ 131 എന്ന് പറയുന്ന ഒരു നടപടി രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു കേസ് കൊടുത്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവനുസരിച്ച് നിരവധി സംസ്ഥാനങ്ങൾ, ഇതിനു മുൻപ് അത് മധ്യപ്രദേശ് ആണെങ്കിലും
ജാർഖണ്ഡ് ആണെങ്കിലും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇതിനു മുൻപ് 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് നിരവധി കേസുകളിൽ പോവുകയും ഏതാണ്ട് എല്ലാ ഹർജികളും തന്നെ 131 പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ളത് അവസാന റിസൾട്ട് എന്നുള്ള നിലക്ക് തള്ളിക്കളയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നാളിതുവരെയുള്ള എൻ്റെ അറിവനുസരിച്ചിട്ടുള്ള കേസുകളുടെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റേറ്റും സെൻറ്ററും തമ്മിലോ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലോ ഉള്ള നയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ 131. ഇവിടെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി കിട്ടുന്നതല്ലേ നമ്മൾ കണ്ടത്. നേരത്തെ കേരളത്തിന് തടഞ്ഞു വെച്ചിരുന്ന ഇപ്പോൾ കേസ് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ കേസൊക്കെ കഴിയട്ടെ, പൈസ പിന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതൊക്കെ അതങ്ങ് കൈ വച്ചിരുന്നാൽ മതി, പൈസ കൊടുക്കണം എന്ന് പറയുകയും പൈസ കൊടുക്കുകയും ചെയ്തത് ഇപ്പോൾ സംഭവിച്ചല്ലോ. അതൊരു വലിയ വിജയം തന്നെയാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തന്നെ ഈ കേസിൽ വലിയ ചർച്ച നടക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും അതിനകത്ത് ചർച്ച ചെയ്യേണ്ടി വരിക? ഈ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടനിയാണ് നടക്കാൻ പോകുന്നത് എന്ന വാക്കാണിപ്പോൾ ഡോക്ടർ സമ്പത്ത് ഉപയോഗിച്ചത്. അതൊരു സംസ്ഥാനം നേതൃത്വം കൊടുത്ത് കേന്ദ്രത്തിന് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ചരിത്രം തന്നെയല്ലേ? ഡോക്ടർ ലാൽ, ഞാൻ ഈ ചർച്ചയുടെ ശ്രീ ശ്രീകുമാറും ഡോക്ടർ സമ്പത്തും അവർ രണ്ടുപേരും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലാലനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ അതിനെ ഒരു രാഷ്ട്രീയപരമായ നിലപാട് എന്ന നിലക്ക് എടുത്തുകൊണ്ടല്ല അതിന് എൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി അതല്ല രാഷ്ട്രീയപരമായിട്ട് ഒരു ചർച്ചയായിട്ട് മാറ്റാനാണെങ്കിൽ നമുക്ക് അങ്ങനെ നടത്താം. ഞാനിതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലക്കാണ് എൻ്റെ വാദം ഞാൻ തുടങ്ങിയത്. ഇനി അങ്ങ് ഉദ്ദേശിച്ചത് പോലെയുള്ളതാണെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള ഉത്തരവിൻ്റെ പാരഗ്രാഫ് നമ്പർ 28, ആ 28ഉം അതുപോലെ തന്നെ പാരഗ്രാഫ് നമ്പർ 25ഉം ഇത് രണ്ടും വായിച്ചാൽ സാമാന്യമായി കേസുകൾ കൈകാര്യം ചെയ്യുന്ന, സാമാന്യമായി കേസുകളുമായി നടപടിക്രമങ്ങളുമായി പോകുന്ന ഒരു സാധാരണക്കാരൻ, ഒരു അഭിഭാഷകനാവണമെന്ന് യാതൊരു ഒരു നിർബന്ധമില്ല, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൻ്റെ 25ഉം 28ഉം പാരഗ്രാഫുകളിലായി ഇതെന്തുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിനെ വിടുന്നു, അല്ലെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാനതിൻ്റെ ക്രക്സ് മാത്രമൊന്ന് പറയാം. ഈ കേസ് ഇപ്പോൾ കേരളം കൊടുത്തിട്ടുള്ള കേസ് പ്രാഥമികമായി അതങ്ങനെ ഒരു സാമ്പത്തികപരമായി അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിടെ സാമ്പത്തിക കടമെടുപ്പിൻ്റെ പരിധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ കൂടുതലായി എടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അത് കുറവായിട്ടാണോ എടുത്തിട്ടുള്ളത് എന്നുള്ള വിഷയങ്ങൾ അതിപ്പോൾ തീരുമാനിക്കേണ്ടതല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇപ്പോൾ പ്രസക്തിയില്ല. രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഭരണഘടനാ ബെഞ്ചിന് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുന്ന കാര്യങ്ങളുടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടി വരും. അതാണ് നേരത്തെ 293(3)യെക്കുറിച്ച് നേരത്തെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. ഡോക്ടർ സമ്പത്ത് എന്താണ്? അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ, വേറെ പൊളിറ്റിക്സ് അല്ല. അല്ലെ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞതിൽ ഞാനിപ്പോൾ ഈ 131 ഇൻവോക്ക് ചെയ്തത് ആദ്യമായി കേരളം എന്നത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ്, ആ വിഷയത്തിൽ 131 ഇൻവോക്ക് ചെയ്തത് ആദ്യമായി കേരളമാണ്. നേരത്തെ ഛത്തീസ്ഗഡും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ കേസുണ്ടായിരുന്നു, 131 തന്നെ. പശ്ചിമ ബംഗാളും യൂണിയൻ ഗവൺമെൻറ് തമ്മിൽ കേസുണ്ടായിരുന്നു, 131 തന്നെ. മധ്യപ്രദേശും യൂണിയൻ ഗവൺമെൻറ് തമ്മിൽ കേസുണ്ടായിരുന്നു, 131 തന്നെ. അതിൽ തന്നെ മുമ്പ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു തർക്കവും ഉണ്ടായിരുന്നു. ഇത് ആർട്ടിക്കിൾ 32 ഇൻവോക്ക് ചെയ്യാമോ, അതല്ല ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്യുക, അതെല്ലാം ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ പറഞ്ഞത് ഫിനാൻഷ്യൽ റിലേഷനുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ധനകാര്യ ബന്ധവുമായി ബന്ധപ്പെട്ട്, അതേ ഉള്ളൂ ഞാൻ ചേട്ടനോട് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറയൂ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ലാൽ, ഇല്ലെങ്കിൽ ലാൽ ഇതിനൊരു രാഷ്ട്രീയ ചർച്ചയാക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ പാരഗ്രാഫ് നമ്പർ 28-ൽ Therefore, the plaintiff state has failed to establish a prima facie case regarding its contention on underutilization of borrowing. എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? Further, with respect to the other contentions, while the plaintiff sought to construe Article 293 restrictively to limit the central government's power only to the loans granted by it, the borrowing whether so and so amounts. എന്താ കോടതി പറയുന്നത്?
ആർട്ടിക്കിൾ 293 പ്രകാരം ഒരു സംസ്ഥാനത്തിന് ബോറോയിങ് നടത്താൻ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദവി അതിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ കൂടി ചേർത്തുകൊണ്ടാണോ എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 292ഉം 293ഉം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വാദത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ ചർച്ച ചെയ്യാനോ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കേരളം എന്ന സംസ്ഥാനം 293 എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ ഒരു ലീഗൽ ക്വസ്റ്റ്യൻ ഉയർത്തിയിരിക്കുന്നു. ദാറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നോ ഇപ്പോൾ കേരളം ആ കാര്യങ്ങളൊക്കെ ഒരു വലിയ ചർച്ചയിലേക്ക് പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി തീരുമാനം ബാധകമാകുന്ന രീതിയിലേക്ക് ഭരണഘടനയെ തന്നെ ഇഴകീറി പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എന്നുമാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു വരുന്നത്. അപ്പോ ഞാൻ താങ്കളോട് തന്നെ ചോദിക്കുകയാണ്, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല. ഞാൻ നിയമപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് അഭിഭാഷകരായ ഡോക്ടർ സമ്പത്തും അഡ്വക്കേറ്റ് കൃഷ്ണദാസും സുഭാഷ് ചന്ദ്രനും ഉണ്ട്, നിങ്ങൾക്കൊക്കെ അത് പറയാനുണ്ടാകും. എങ്കിൽ കൂടി ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ചോദ്യം അതാണ്. നിങ്ങൾ നിയമത്തിൽ മാത്രം കിടന്ന് കറങ്ങല്ലേ. കേരളത്തിന് ഈ പറയുന്ന കാര്യത്തിൽ കേരളത്തിന് കിട്ടാനുള്ള പണം, കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം, അതിൽ കയറി ഇപ്പോൾ പിടിച്ചിരിക്കുകയാണല്ലോ കേന്ദ്രം. അതാണല്ലോ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം. അതുകൊണ്ടാണല്ലോ പണം കിട്ടാതെ സുപ്രീം കോടതിയിൽ പോയി കേരളത്തിന് ഹർജി കൊടുക്കേണ്ടി വന്നത്. 131 അനുസരിച്ച് ഫിനാൻഷ്യൽ റിലേഷൻസിൻ്റെ കാര്യങ്ങളിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ കേന്ദ്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രം അപ്പോഴും അവകാശപ്പെട്ട രീതിയിൽ തന്നെയാണോ കടമെടുക്കുന്നത്? ആ കടമെടുപ്പ് പരിധിയിൽ നിന്നുകൊണ്ടാണോ കേന്ദ്രം മുന്നോട്ട് പോകുന്നത്? അതൊന്നും ചെയ്യാതെ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നത് നാട്ടുകാരറിയണ്ടേ? അതൊരു പൊളിറ്റിക്കലായ ക്വസ്റ്റ്യൻ അല്ലേ? ആ കാര്യത്തിൽ നിങ്ങൾ നിയമത്തിൻ്റെ പോരാട്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തെ ഞെരുക്കി തുടരാൻ തന്നെയാണോ തീരുമാനം? ഇതാണ് ചോദ്യം. ലാല് ചോദിച്ചത് നന്നായി, ഞാനത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ലാല് ചോദിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഉത്തരവിൻ്റെ പാരഗ്രാഫ് നമ്പർ 25 അങ്ങ് തന്നെ വായിക്കാൻ അനുവദിക്കണം. വി ഫൈൻഡ് പ്രൈമ ഫൈസെ there is a difference in the mechanism which operates whether is under utilization of borrowings and when there is over utilization of borrowing. The plaintiff state has not been able to demonstrate at this stage that even after adjusting the over borrowings of the previous year there is fiscal space to borrow. എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കേസുകളുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് കേരളത്തിനൊരു കൂടുതൽ കടമെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അതില്ല എന്ന് കോടതി ഇത് 293 പ്രകാരം കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി അയച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ കേരളം ഇനി നടത്താൻ പോകുന്ന ഒരു എക്സർസൈസ്, നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ആ എക്സർസൈസ് എന്ന് പറയുന്നത് 293 പ്രകാരമുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ ഒരു സംസ്ഥാനത്ത് പൂർത്തിയാക്കട്ടെ അങ്ങനെ പറയല്ലേ, ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യല്ല, ഇത് ഫുൾ കോർട്ടിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫാക്ട്സ് ഉണ്ടല്ലോ, ഈ കേസ് ഉയർത്തിയിരിക്കുന്ന ഫാക്ച്വൽ ഫാക്ട്സ്, ദർ ഈസ് നോ മെറിറ്റ്. ഇനി കോടതി പറയുന്നത് ആർട്ടിക്കിൾ 293 പ്രകാരം നിങ്ങൾ ഉയർത്തുന്ന ഒരു വിഷയത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേരളം ഉയർത്തുന്ന അങ്ങനോട് ചോദിച്ച രാഷ്ട്രീയപരമായ ചോദ്യമുണ്ടല്ലോ, കേരളത്തിന് കടമെടുക്കാൻ കഴിയുമോ, കേന്ദ്രം ഞെക്കിപ്പിടിയുന്നുണ്ടോ എന്നുള്ള കേസ്, ആ കേസ് ഈ ഉത്തരവോട് കൂടി ഇല്ലാതെയായി. ഇനി നടക്കാൻ പോകുന്ന വാദം എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന എന്ന് പറയുന്നതും നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 293 പ്രകാരമുള്ള ഭരണഘടനയുടെ അവകാശങ്ങളും അധികാരങ്ങളും ആ അധികാരങ്ങളും അവകാശങ്ങളും അതിലാണല്ലോ കേരളത്തിന് കിട്ടാനുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള കേരളത്തിന്റെ ഹർജിയെ സംബന്ധിച്ചുള്ള ഫൈനലായ തീരുമാനം വരാൻ പോകുന്നത്. സുഭാഷ് ചന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു തർക്കം നിയമപരമായും ഭരണഘടനാപരമായ വ്യാഖ്യാനത്തെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടുള്ള ഒരു വിധിയാണോ ഇന്ന് ഉണ്ടായത്, അതോ ഒരു പുതിയ പോരാട്ടത്തിന് ഡോക്ടർ സമ്പത്ത് കാണിച്ചതുപോലെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണോ? ഇനി ആ പോരാട്ടത്തിൻ്റെ കഥകളാണോ നമ്മൾ കേൾക്കാൻ പോകുന്നത്?
ഡോക്ടർ ലാൽ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ വളച്ചൊടിച്ചുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് BJP പ്രതിനിധി ഇതിനകത്ത് ഈ പറയുന്ന ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഫയൽ ചെയ്ത സൂട്ട് എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ ഫയൽ ചെയ്ത സൂട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ സൂട്ട് നമ്പർ 1 of 2024 എന്ന് പറയുന്ന. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ചോദിക്കല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ, ഡോക്ടർ സമ്പത്ത് ചോദിച്ചാലും താങ്കൾ ചോദിച്ചാലും ശ്രീ ശ്രീകുമാർ ചോദിച്ചാലും എനിക്ക് അങ്ങനെ സമയം തരാൻ പറ്റില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കല്ലേ, നമുക്ക് അത് അവസാനം നോക്കാം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയട്ടെ, നമുക്ക് മുഴുവൻ കേൾക്കാം. ഒരു 2-3 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കാം. സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് പറയാം. അദ്ദേഹം പറയട്ടെ, അങ്ങെന്താണ് പേടിക്കുന്നത്? അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയിലെ ഒരു വക്കീലാണ്. അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടോ? അദ്ദേഹം പറയട്ടെ. എന്റെ ലാല എന്ത് പേടി? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ള അദ്ദേഹത്തിനോട്. അദ്ദേഹം എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ അത് ചോദിക്കാം. സുഭാഷ് ചന്ദ്രനോട് ഞാൻ ആ ചോദ്യം പിന്നീട് ചോദിക്കാം. താങ്കളുടെ ആശങ്ക എനിക്ക് മനസ്സിലായി. പക്ഷേ സുഭാഷ് ചന്ദ്രനോട് ഞാനിപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തിന്റെ നിയമപരമായ പോരാട്ടം ഇപ്പോൾ തുടങ്ങുകയാണ്. ഇതൊരു ചരിത്രപരമായ പോരാട്ടം തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ. സുഭാഷ് ചന്ദ്രൻ ഇതിനകത്ത് കേരളം ഫയൽ ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേസ് നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ സൂട്ട് നമ്പർ 1 of 2024 എന്ന് പറയുന്ന കേസാണ്. അതിനകത്ത് ഇന്റർലോക്യൂട്ടറി അപ്ലിക്കേഷൻ, അതിനകത്തുള്ള ഒരു അപ്ലിക്കേഷൻ ഉള്ള ഉത്തരവ് മാത്രമാണ്. കേരളം ഇതിനകത്ത് സമർപ്പിച്ചിരുന്ന ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ മാത്രമാണ്. IA നമ്പർ 6149 of 2024 എന്ന് പറയുന്ന IA നമ്പറിലുള്ള ഉത്തരവ് മാത്രമാണ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒറിജിനൽ സൂട്ട് ഇപ്പോൾ വിശാല ബെഞ്ചിന് റെഫർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന IA നമ്പർ 6149 of 2024 ഇതിനകത്ത് 3 കാര്യങ്ങളാണ് സുപ്രീം കോടതി കേരളത്തിന്റെ ഈ പറയുന്ന ഇന്റർം റിലീഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി പറയുന്നത്. അതിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന്, പ്രൈമാ ഫേസിയ കേസ്. അതായത് പ്രൈമാ ഫേസിയ സുപ്രീം കോടതി പറയുന്നത് ഇതിനകത്ത് മുൻവർഷങ്ങളിൽ ഈ കടമെടുത്തതിന്റെ എമൗണ്ട് അത് വരും വർഷങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു പോളിസി ഉള്ളത് കൊണ്ട് തന്നെ കേരളം നേരത്തെ തന്നെ കൂടുതൽ കടമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈമാ ഫേസിയ കേരളത്തിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ അപ്ലിക്കേഷൻ പ്രൈമാ ഫേസിയ നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ബാലൻസ് ഓഫ് കൺവീനിയൻസ്. ബാലൻസ് ഓഫ് കൺവീനിയൻസിനകത്ത് പറയുന്നത് എന്താ? സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് നിലനിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതി തന്നെ ചർച്ചകൾക്ക് വേണ്ടി കേരളത്തോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുകയും അതിനകത്ത് പാരാ നമ്പർ, നേരത്തെ അദ്ദേഹം ഇതിനകത്തുള്ള ഈ ഉത്തരവിന്റെ പാരഗ്രാഫുകൾ കോട്ട് ചെയ്യുന്ന കേട്ടു. അദ്ദേഹം പാരാ നമ്പർ 36 വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാരാ നമ്പർ 36 സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട്, ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം നിലനിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളവും സംസ്ഥാനവും ചർച്ചകൾ നടത്തുകയും 15/2/2024 അതോടൊപ്പം തന്നെ 8/3/2024 19/3/2024 ഈ ചർച്ചകൾക്ക് തുടർന്ന് കേന്ദ്ര സർക്കാർ 8,742 കോടി രൂപയും 4,866 കോടി രൂപയും ആദ്യം കേന്ദ്ര സർക്കാർ ഈ പണം നൽകാൻ വേണ്ടി സൂട്ട് വിഡ്രോ ചെയ്യണം, നിലവിലുള്ള കേസ് വിഡ്രോ ചെയ്യണം എന്നുള്ളൊരു സമീപനം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത് ശരിയല്ല എന്നുള്ള സമീപനം കോടതി സ്വീകരിക്കുകയും അതേ തുടർന്ന് പിന്നീട് 8/3/2024 19/3/2024 കേന്ദ്ര സർക്കാർ 2 ഘട്ടങ്ങളിലായി ഏതാണ്ട് 13,608 കോടി രൂപ സംസ്ഥാനത്തിന് വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉത്തരവായി ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബാലൻസ് ഓഫ് കൺവീനിയൻസ് സംസ്ഥാനത്തിന് കിട്ടാൻ അർഹതപ്പെട്ടതിന്റെ ഒരു ഭാഗികമായിട്ടുള്ള ഒരു വിഹിതം ഇപ്പോൾ സർക്കാർ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി തന്നെ ലഭിച്ചു എന്നുള്ള കാര്യമാണ് കോടതി പറയുന്നത്. മറ്റൊന്ന്, ഇറിപ്പറബിൾ ഇഞ്ചുറി എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് ഇറിപ്പറബിൾ ഇഞ്ചുറി ഇതൊരു ഫിനാൻഷ്യൽ മാറ്റർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാമ്പത്തിക തർക്കമായതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക തർക്കം ഇനി വിശാല ബെഞ്ച് പരിഗണിച്ച് പിന്നീട് തീരുമാനം എടുത്തു കഴിഞ്ഞാലും ഒരു ഇറിപ്പറബിൾ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല സംസ്ഥാനത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പിന്നീട് തീരുമാനിച്ചാൽ മതി. അങ്ങനെ 3 ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ IA ഇന്റർലോക്യൂട്ടറി അപ്ലിക്കേഷൻ 6149 സുപ്രീം കോടതി ഇതിനകത്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ുള്ള ആർട്ടിക്കിൾ 239(3) തർക്കം നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി ഇക്കാര്യം നേരത്തെ സുപ്രീം കോടതിയുടെ ബെഞ്ചുകളൊന്നും ഇതിനകത്തുള്ള ചർച്ച ചെയ്യുകയോ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യം പരിശോധിക്കണമെന്നും അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് ഇന്ന്
പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് തന്നെ വിശാലമായ അർത്ഥത്തിൽ ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഭരണഘടനാ ബെഞ്ചിന് ഇത് റെഫർ ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതേസമയം നേരത്തെ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ, കേരളത്തിന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഭാഗികമായെങ്കിലും കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ആവശ്യമില്ല എന്നാണ് ഇന്ന് കോടതി ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. അത് കോടതിയുടെ ഇദ്ദേഹം പറയുന്ന 25ഉം 28ഉം ശേഷമുള്ള 36-ാം പാരഗ്രാഫ് ഒക്കെ വായിച്ചു വരുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ വ്യക്തമാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇടക്കാല ഉത്തരവ്, ഈ ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷന്റെ ഉത്തരവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഹർജി ഈ സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുന്ന ഒറിജിനൽ സൂട്ട് നമ്പർ 1/2024 എന്ന് പറയുന്ന ഹർജി ഇപ്പോൾ നിലനിൽക്കില്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പ്രഥമദൃഷ്ട്യാ അത് നിലനിൽക്കില്ലെങ്കിൽ ഇന്ന് തന്നെ കോടതിക്ക് അത് ഈ ഡിസ്മിസ് ചെയ്യാമായിരുന്നു, ഈ ഒറിജിനൽ സൂട്ട് ഡിസ്മിസ് ചെയ്യാമായിരുന്നു. സ്വാഭാവികമായും കേരളത്തിന്റെ വാദം, സംസ്ഥാനത്തിന്റെ വാദം നിലനിൽക്കുന്നതാണ്. അത് വിശാലമായ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് എന്നത് 5-അംഗ ബെഞ്ചിന്, വിശാല ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുന്നത്. യെസ്, അത്രയും പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ ഹർജിക്ക്. അതൊരു ചെറിയ വിഷയമല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് രാഷ്ട്രീയമായും ഈ ചോദ്യം വളരുന്നത് അതുകൊണ്ടാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ നിയമപരമായി ഇതിലെ നിയമവശങ്ങൾ പരിശോധിക്കുക എന്നുള്ളതിനപ്പുറം ഇതിലെ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെയാണ് കോൺഗ്രസ്സിലെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒക്കെ നേതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളുണ്ടായ താല്പര്യത്തെക്കുറിച്ച് നേരത്തെ ഡോക്ടർ സമ്പത്തൊക്കെ ചൂണ്ടിക്കാട്ടിയത്. അവർക്ക് ഇപ്പോഴും ഉള്ള താല്പര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇവിടെയാണ് കേന്ദ്രം എന്തുകൊണ്ടാണ് കടമെടുപ്പിൻ്റെ കാര്യത്തിൽ, പൊതുക്കടത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നയവും സംസ്ഥാനങ്ങളോട് മറ്റൊരു വിവേചനപരമായ നയവും സ്വീകരിക്കുന്നത് എന്ന വലിയൊരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നത്. അതിൽ മുമ്പിൽ നിൽക്കേണ്ട കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ ചോദ്യം കേരളത്തിലെങ്കിലും ഉന്നയിക്കാത്തത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ശ്രീ എൻ ശ്രീകുമാർ. ഡോക്ടർ ലാലെ, ഇവിടെ പങ്കെടുത്ത രാഷ്ട്രീയ കക്ഷി നേതാക്കളും സുപ്രീം കോടതി അഭിഭാഷകനും ഒക്കെ ഇതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ സുപ്രീം കോടതിയിൽ 1 മാസം മുമ്പ് കേരളം ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ 13,000 കോടിയിലധികം രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു. അപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ വാദം വന്നപ്പോൾ കേന്ദ്രത്തോടെ കോടതി പറഞ്ഞു ആ കടമെടുപ്പ് പരിധി അവർക്ക് അനുകൂലമാക്കി കൊടുക്കണം, അവർക്ക് കടം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ഉത്തരവ് വലിയ വിജയമായിട്ട് നമ്മൾ ആഘോഷിച്ചു. സത്യത്തിൽ അതൊരു വിജയമായിരുന്നോ? അവിടുന്ന് തന്നെ തുടങ്ങാം രാഷ്ട്രീയമായിട്ട്. കാരണം അന്ന് അങ്ങനെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനം ദുരിതം അനുഭവിക്കുന്നു. സാമ്പത്തികമായ ഒരു സംസ്ഥാനം ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതം ആ ഗവൺമെൻറ് വരുത്തി വെച്ചതാണെങ്കിലും അല്ലെങ്കിലും ആ ഗവൺമെൻറ്റിനെ സഹായിക്കേണ്ട, ആ സംസ്ഥാനത്തെ സഹായിക്കേണ്ട ബാധ്യത ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനുണ്ട്. അതുകൊണ്ടാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ. അപ്പം അന്ന് കേന്ദ്രം ഒരു കാര്യം പറഞ്ഞു സംസ്ഥാനത്തിനോട്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി പിൻവലിക്കൂ. അപ്പോൾ ഹർജി എന്തുകൊണ്ടാണ് ആ ഹർജി പിൻവലിച്ചില്ല. അപ്പോൾ സുപ്രീം കോടതി അതിനൊരു ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 131-ാം വകുപ്പ് പ്രകാരം ഏത് സംസ്ഥാനത്തിനും കേന്ദ്രത്തെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. അങ്ങനെയാണ് കേരളവും സമീപിച്ചത്. അങ്ങനെയാണ് പഞ്ചാബും എല്ലാ സംസ്ഥാനങ്ങളെയും സമീപിക്കുന്നത്. പഞ്ചാബും അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെയും സാമ്പത്തികമായ സ്ഥിതിയും കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച സാമ്പത്തിക തകർച്ചയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അതുമായിട്ട് നമ്മൾ കൂട്ടിയിണക്കണം. ചർച്ച ചെയ്യേണ്ടി വരും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യേണ്ടി വരും. കേരളത്തിലെ ആരോഗ്യ മേഖല ചർച്ച ചെയ്യേണ്ടി വരും. കേരളത്തിലെ പൊതു രംഗം ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടുത്തെ സാമൂഹ്യക്ഷേമം ചർച്ച ചെയ്യേണ്ടി വരും. ഇതൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇന്ന് ഞാനത് പറഞ്ഞു കേട്ടു. അതായത് അതുകൊണ്ടാണെന്ന് കേന്ദ്രം അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ആ കടം കൊടുത്തിട്ട് സുപ്രീം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു. അത് ശ്രീ സമ്പത്ത് ഇവിടെ പറയുന്നതാണ് വിചാരിച്ചത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഒരു 5,000 കോടി രൂപ കൂടി കേരളത്തിന് കൊടുക്കാം. അപ്പോൾ കേരളം എന്ത് പറഞ്ഞു? ആ 5,000 കോടി വേണ്ട. എന്താണ് അങ്ങനെ പറഞ്ഞത്? അന്നങ്ങനെ പറഞ്ഞത് ഈ രണ്ടാമത് ഹർജി കൊടുത്തപ്പോൾ ആ ഹർജി പരിഗണിക്കുമ്പോൾ കേരളം ആവശ്യപ്പെട്ട മുഴുവൻ തുകയും സുപ്രീം കോടതി അനുവദിക്കും എന്നൊരാഗ്രഹം, ഒരു പ്രത്യാശ കേരളം വെച്ച് പുലർത്തി.
ഇപ്പം എന്തായി? അന്ന് സുപ്രീം കോടതി പറഞ്ഞ 5000 രൂപ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇപ്പം അഡീഷണലായി ആവശ്യപ്പെട്ട 10,000-ലധികം കോടി രൂപയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു ഉത്തരവും ഇറക്കിയില്ല. പകരം എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 239 തോന്നുന്നു, 291 എത്ര അത് ആ വകുപ്പ് പ്രകാരം കേരളത്തിൻ്റെ എന്താണ് ആവശ്യം എന്ന് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. അപ്പോൾ ആദ്യത്തെ വിജയവും വിജയമല്ല, ഇപ്പോഴത്തെ വിജയവും വിജയമല്ല. ഇത് കോടതി നടപടി. ഇത് വിജയിപ്പിക്കാൻ, കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. അവിടെ കോൺഗ്രസിന്റെ MP-മാർ ഒരക്ഷരം വാ തുറന്ന് പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച്. കേരളത്തിന് വേണ്ടി, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിവേദനങ്ങളിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ന് നിലനിൽക്കുന്ന പരാതി അതാണ്. അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ ഇപ്പോൾ കോടതിയിൽ ഒരു വിധി ഉണ്ടായപ്പോൾ അത് പോസിറ്റീവാണെന്ന് സംസ്ഥാന സർക്കാർ കാണുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അല്ലല്ലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 293 അത് പ്രകാരം കേരളത്തിൻ്റെ ആവശ്യം എന്താണെന്ന് എന്തുകൊണ്ടാണ് ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത്? അതിന് ഉത്തരം നാളെ പറയണം ധനമന്ത്രി. അതിന് വക്കീലന്മാർ കോടതിയിൽ, ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനോടുണ്ടല്ലോ, എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ ഇന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അഭിഭാഷകരായ 3 പേർക്കും കിട്ടിയ പോലെ എനിക്കതിൻ്റെ വിവര കണക്കുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 293 പ്രകാരം എന്തുകൊണ്ട് കേന്ദ്രത്തിന് സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ ന്യായമായ ആവശ്യം അവതരിപ്പിക്കാൻ പിന്നെ എന്തിനാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്? സുപ്രീം കോടതി അങ്ങനെയാണെങ്കിൽ, ഇത് ബോധ്യപ്പെടാതെയാണെങ്കിൽ ഭരണഘടനാ ബെഞ്ചിന് വിടണോ? എൻ്റെ ലാലെ, സുപ്രീം കോടതി ഇത് നിയമപരമായൊരു വഴിയുണ്ട്. അത് ശ്രീ സമ്പത്തിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന 3 അഭിഭാഷകർക്കും അറിയാം. സുപ്രീം കോടതി നിയമപരമായ കാര്യമാണ് ചെയ്തത്. എന്താണ്? ഇതൊരു സ്റ്റേറ്റ് സെൻട്രൽ തർക്കമാണ്. ആ സ്റ്റേറ്റ് സെൻട്രൽ തർക്കത്തിൽ ഭരണഘടനാ ബെഞ്ച് ഒരു തീരുമാനമെടുക്കട്ടെ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഭരണഘടനാപരമായ ബെഞ്ചിന് തീരുമാനം എടുക്കാൻ വിടുന്നത് പോസിറ്റീവായി കണക്കാക്കുമ്പോൾ സ്റ്റേറ്റ് സെൻട്രൽ തർക്കമാണ് എന്നുള്ളത് ന്യായമായ ഒരു തർക്കമാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ അത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കേരളത്തിലത് ബോധ്യപ്പെടാത്തത് എന്നതാണ് എൻ്റെ സംശയം. താങ്കൾ എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകാത്തത്? ഇത് കേരളത്തിൽ മാത്രം ബോധ്യപ്പെടാതെ ഇതൊരു ഭരണഘടനാ പ്രശ്നമാണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങളുടേതായ ഒരു ഭാഗം ഉന്നയിക്കാൻ പോലും കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കുന്നില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കില്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയൊരു തർക്കത്തിൽ സ്റ്റേറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലൊരു തർക്കമുണ്ടായിട്ട് നാളെ അതിന് ഒരു വലിയ വിധി ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ CPM ഭരിക്കുന്ന, CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന് മാത്രം അതിൻ്റെ അവകാശം പോകുന്നതിന് എന്തിന് കോൺഗ്രസ് അത് വിട്ടുകൊടുക്കുന്നു? എന്തുകൊണ്ട് ഇവിടുത്തെ MP-മാരൊന്നും മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയൊന്നും ഇന്നത്തെ ദിവസം പോലും പറഞ്ഞില്ല? താങ്കൾ പോലും പറയുന്ന ഒരു വാക്ക് അവർ പറയാത്തത് എന്തുകൊണ്ട് ചോദിക്കില്ലേ? ഡോക്ടർ ലാല, ഇത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അഭിപ്രായങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെക്കുറിച്ചും സാമ്പത്തിക തകർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിധിയെക്കുറിച്ച് UDF നാളെ പ്രതികരിക്കുമെന്നുള്ള ഉറപ്പാണല്ലോ. നമ്മളുടെ ചർച്ച ചെയ്യുന്ന ഇതിൻ്റെ രാഷ്ട്രീയ വശവും നിയമവശമാണ്. നിയമവശം പറയാൻ ഞാൻ ആളല്ല. ഇതിൻ്റെ രാഷ്ട്രീയ വശത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സുപ്രീം കോടതിക്ക് ഇന്ന് നിയമപരമായ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയെന്ന് പറയുന്നത് 2 കാര്യം കേരളം ചോദിച്ചു. ഒന്ന്, ഇടക്കാല ആശ്വാസമായിട്ട് 5000 കോടി രൂപ വാങ്ങിക്കാൻ പറഞ്ഞു, വാങ്ങിച്ചില്ല. 10,700 കോടി രൂപ വേണമെന്ന് പറഞ്ഞു, അത് കോടതി അത് ഗൗനിച്ചില്ല. പകരം ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഇതിനിടയ്ക്കൊരു ചർച്ച നടന്നു. അത് ശ്രീ സമ്പത്ത് പറഞ്ഞു, CPM-ൻ്റെ നേതാവ് സമ്പത്ത് പറഞ്ഞു. ആ ചർച്ച കേരള ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടായിരുന്നു. നമ്മുടെ ധനമന്ത്രിയോടെ പോയി, പക്ഷേ കേന്ദ്ര ധനമന്ത്രി വന്നില്ല. ആ ധനമന്ത്രിയുടെ ചർച്ചയിൽ പരാജയമായിരുന്നു എന്ന് നമ്മുടെ ധനമന്ത്രി പറഞ്ഞു. ആ ചർച്ച പരാജയപ്പെട്ടു. ഗവൺമെൻറ്റോടെ ആ ചർച്ചയിൽ ഗവൺമെൻറ് പ്രതികൾക്ക് അവരുടെ കാര്യങ്ങൾ ഉന്നയിച്ച് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിൻ്റെ ഇതെന്താണ്? കോൺഗ്രസ് പറയുന്നത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും കേന്ദ്രത്തിലെ MP-മാരെ കൊണ്ട് പാർലമെന്റിൽ ഉന്നയിക്കാനേ കഴിയുള്ളൂ. അതവർ ചെയ്തു. ആരോപണം. ശരി, ഡോക്ടർ സമ്പത്ത്, എന്തുകൊണ്ട് കേരളത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായില്ലേ? അല്ല, ഞാൻ അവസാനിപ്പിച്ചോട്ടെ ഡോക്ടർ, ഞാൻ അവസാനിപ്പിക്കട്ടെ, പ്ലീസ് അവസാനിപ്പിക്കട്ടെ. അതായത് ഈ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ഉന്നയിച്ചത് അറിയാമല്ലോ.
GSTയുടെ കുടിശ്ശിക കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുടിശ്ശിക കൊടുക്കണമെന്ന് പ്രേമയം തന്നെ ആവശ്യപ്പെട്ടപ്പോൾ കണക്ക് തന്നാൽ കുടിശ്ശിക കൊടുക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി പറയുകയും കേരളം കണക്ക് കൊടുക്കുകയും കുടിശ്ശിക കിട്ടുകയും ചെയ്തു. ആ സത്യം സമ്പത്ത് പോലും ശരി, 16 കോൺഗ്രസ് എംപിമാർ പറയാത്തത് എന്തുകൊണ്ട്, 16 കോൺഗ്രസ് എംപിമാർ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഒരു പ്രേമചന്ദ്രന്റെ പേരിലാണ് ഈ നാൾ അത്രയും ശ്രീ എൻ ശ്രീകുമാർ താങ്കൾക്ക് പറഞ്ഞു നിൽക്കേണ്ടി വരുന്നത്. എനിക്ക് അതിന്റെ വ്യക്തത ഡോക്ടർ സമ്പത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ഡോക്ടർ സമ്പത്ത്. അല്ലേ ഡോക്ടർ ലാൽ, ഞാനിപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും പാർലമെൻറ്റ് അംഗങ്ങൾ, മിക്കവാറും എല്ലാവരും സ്ഥാനാർത്ഥികളുമാണല്ലോ വീണ്ടും അവർ, ഇപ്പോൾ അത് ഞാൻ അവരെക്കുറിച്ച് എന്തെങ്കിലും ഈ ഒരു വേളയിൽ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ പരാമർശിക്കാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കേരളം സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തതായ നിലപാടെന്തായിരുന്നു? അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നല്ലോ സുഭാഷ് ചന്ദ്രന്, കുറച്ചുകൂടി ഈ കാര്യം ഒരു പക്ഷേ വിശദമാക്കാൻ കഴിയും. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായത് എന്താ പറഞ്ഞത്? ഇത് മെയിൻറ്റൈനബിൾ അല്ല. ഇങ്ങനെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരള സർക്കാർ വന്നത് ഇത് ഒരു കാരണവശാലും ഇത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, വാദങ്ങളാണ്. അപ്പോൾ മെയിൻറ്റൈനബിലിറ്റി ക്വസ്റ്റ്യൻ വരികയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയുടെ ക്വസ്റ്റ്യൻ വരികയാണ്. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ഇത് കേൾക്കുന്നത്. ശരി, അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, നിങ്ങളിത് ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കോടതി അങ്ങനെ തന്നെ വിടുകയാണ്. എന്തുകൊണ്ടായത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഞാൻ ആ പദം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ന് വെച്ചോളൂ, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ റിലേഷനെ സംബന്ധിച്ചുള്ളതിൽ ഈ പറയുന്നതായിട്ടുള്ളൊരു ചോദ്യം അവിടെ ഉദിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് അത് തീരാൻ കഴിയുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഇത് ഭരണഘടനാ ബെഞ്ചിന് ഇത് റെഫർ ചെയ്യില്ലായിരുന്നു. ഇവിടെ തന്നെ ഇന്ന് തന്നെ ഇതെല്ലാം അപ്പോൾ തന്നെ തള്ളിത്തരാമായിരുന്നു. തീരുന്നില്ല. ഇത് നിലനിൽക്കാത്തതാണെങ്കിൽ ആദ്യമേ തന്നെ അപ്പോൾ തന്നെ പ്രൈമാ ഫേസി നിലനിൽക്കാത്തതാണെങ്കിൽ അപ്പോൾ തന്നെ ഹർജി തള്ളി, അപ്പോൾ സുപ്രീം കോടതി ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഈ കാര്യം തീരുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അല്ല. ഈ വിഷയത്തിൽ ഇതിൽ ക്രക്സ് ഉണ്ട് എന്ന് ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ മുമ്പോട്ട് പോയത്. ഈ 5000 കോടി രൂപ കേരളം സമ്മതിച്ചില്ല എന്നുള്ളത് ശ്രീകുമാർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യം എന്തുകൊണ്ട് കേരളം സമ്മതിച്ചില്ല? അതൊരു വൺ ടൈമായി ഈ പറയുന്ന അതിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തത് എന്താണ്? ഇതൊരു പ്രീസിഡൻ്റ് ആവരുത്, മറ്റൊരു സംസ്ഥാനവും ഇത് ചോദിച്ചു വരാൻ പാടില്ല, അങ്ങനെയും കൂടി പറയുകയാണ്. അതായത് ഞങ്ങൾക്കിതെല്ലാം ഇങ്ങനെ കിട്ടിയാൽ തൽക്കാലം 5000 കോടി രൂപ സ്ട്രിഞ്ചൻ്റായ കണ്ടീഷൻസ് എല്ലാം തന്നെ ഞങ്ങളിതെല്ലാം അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് മുട്ടിലിഴഞ്ഞുകൊണ്ട് ഈ 2023-24 കാര്യം പറയുമ്പോൾ വരാനിരിക്കുന്ന 2024-25 കാര്യത്തിന് കൂടി നിങ്ങൾ അഡ്വാൻസായി മുട്ടിലിഴയണം എന്നുള്ള നിലയിലേക്കാണ് അവിടെ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാട്. അത് കഴിയില്ല എന്നാണ് കേരള സംസ്ഥാന സർക്കാർ എടുത്തത്. 13,609 കോടി രൂപ അല്ലേ ലാലൊന്നുകൂടി ചെക്ക് ചെയ്തോളൂ. 13,608 കോടി രൂപ, 13608, 13,608 കോടി രൂപ. ഈ കേസ് ഈ ലിറ്റിഗേഷനെ തുടർന്നാണ് അത് അനുവദിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ അപ്പോഴും ഇത് അനുവദിക്കപ്പെടില്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചർച്ച നടന്നു. നമ്മുടെ അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള അത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് പങ്കെടുത്തിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച നടക്കുന്ന ആ ചർച്ചയിലും എന്താണ് ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാട്? ആ ഉദ്യോഗസ്ഥന്മാരെടുത്ത് നിങ്ങൾ ഈ ഹർജി പിൻവലിക്കണം. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് 131 അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിനെതിരായി ഹർജി കൊടുക്കാനുള്ള ആ അധികാരവും അവകാശവും, അതാണ് അധികാരവും അവകാശവും, അത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഇത് പിൻവലിക്കണമെന്നുള്ളതാണ്. സുപ്രീം കോടതി എന്തു പറഞ്ഞു? സുപ്രീം കോടതിയിൽ ഈ കാര്യം വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അതൊരു സംസ്ഥാനത്തിൻ്റെ അധികാരമാണ്, അത് അവരുടെ അവകാശമാണ്. കാരണം അതൊരു ഭരണഘടനാദത്തമായ അധികാരവും അവകാശവുമാണ്. അത് നിങ്ങൾ അതിലേക്കല്ല പറയേണ്ടത്, അത് അവർ ചെയ്യട്ടെ അത്തരം കാര്യം. നിങ്ങളിത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊന്നും കൂടി പറഞ്ഞു. എന്താ ഇവിടെ ഈ കേരള സർക്കാരിന് പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ കോടതി അനുകൂലമായി അങ്ങനെ ഒബ്സർവേഷൻസ് നമ്മൾ പറയുമല്ലോ, അങ്ങനെ അത് യുവർ ലോർഡ്ഷിപ്സ് അല്ലേ അങ്ങനെയൊക്കെ അല്ലേ സുഭാഷ് ചന്ദ്രൻ്റെ അവിടെയൊക്കെ ഈ സുപ്രീം കോടതിയിലൊക്കെ പറയുമ്പോൾ അതൊരു ഓർഡർ ആക്കി കളയരുത്, അത്തരത്തിൽ അത് എഴുതി കളയരുത്, ഞങ്ങൾ ഈ കാര്യത്തിൽ കൊടുത്തുകൊള്ളാം എന്നുള്ള നിലയിലേക്ക്. അങ്ങനെയൊക്കെയാണല്ലോ ഇന്ത്യ ഗവൺമെൻറ് എത്തിയത്. ഇങ്ങനെ നട്ടല് നിവർത്തി നിന്നൊരു സംസ്ഥാനം ആ വിധത്തിൽ ഇങ്ങനെ ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങി. ഞാനിത് ഐ ആം നോട്ട് ടേമിങ് ദിസ് ആസ് എ ഫൈറ്റ്, അങ്ങനെ ഒരു പോരാട്ടം എന്നുള്ളതല്ല. അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും രാഷ്ട്രീയമായും എല്ലാം നമ്മളങ്ങനെ പറയട്ടെ. എനിക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ, പക്ഷേ ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ കാര്യത്തിൽ ബാലഗോപാൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് ശരി. നമുക്ക് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങാൻ എവിടെല്ലാം പോകണമോ അവിടെല്ലാം പോകും, ഏതറ്റം വരെ പോകണമോ ഏതറ്റം വരെയും പോകും. അത് നമ്മുടേതായ അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കുക
നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ നിയമ പോരാട്ടവും. യെസ്, തീർച്ചയായും. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അപ്പോൾ ഈ കാര്യത്തിൽ വിജയം നേടിയിട്ടില്ല, ഇതിനകത്ത് അങ്ങനെ ഒരു പോരാട്ടം ഇല്ല, ഈ കേസ് അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല. കേസ് തള്ളാനൊന്നും പോയില്ലല്ലോ. സുപ്രീം കോടതിയിൽ കേന്ദ്രം വാദിച്ചത് തന്നെ ഈ കേസ് തള്ളണം എന്നാണ്. അത് അനുവദിച്ചു കൊടുത്തിട്ടേ ഇല്ല. കേസ് തള്ളിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഗൗരവമായി എടുത്തു. ഭരണഘടനാ ബെഞ്ചിലേക്ക് അത് പോവുകയാണ്. ഇവിടെ പുറത്തു നിന്ന് പലർക്കും കളിയാക്കാം, ഇത് യാചിക്കുന്നു KN ബാലഗോപാൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, ട്രോളൊക്കെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ കേരളത്തിന് വേണ്ടി ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ ഏതറ്റം വരെയും പോയി ചോദിക്കാൻ തയ്യാറാണ് എന്നാണ് ഇന്നും ശ്രീ KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനുവേണ്ടി മന്ത്രിമാരും ഒക്കെ അവിടെ പോയി ചോദിക്കുന്നതിന് ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പ്രതിപക്ഷത്തെ പോലും കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നത്. അങ്ങനൊരു സാഹചര്യം ഇപ്പോഴുള്ളപ്പോൾ ഈ കേസ് ഒന്നുമല്ല എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ? ഡോക്ടർ ലാൽ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പാരഗ്രാഫ് നമ്പർ 36 അത് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ 25-26 പാരഗ്രാഫിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ആ സമയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ അതിൻ്റെ ആ പാരഗ്രാഫ് നമ്പർ 36 അവസാന ഭാഗം മാത്രമൊന്ന് വായിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം ഞാൻ പറയാം. ഒന്ന്, അവിടെ കോടതി അവസാനമായി പറയുകയാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ ടു സം എക്സ്റ്റെന്റ് സോ ആസ് ടു ബെയിൽ ഔട്ട് ദ പ്ലെയിൻറ്റിഫ് സ്റ്റേറ്റ് ഫ്രം ദ കറണ്ട് ക്രൈസിസ്. The plaintiff has thus secured substantial relief during the pendency of this interim application. എന്ന് പറഞ്ഞാൽ നേരത്തെ 8-3 19-3 ഉത്തരവ് പ്രകാരം 8,742 കോടിയും 4,866 കോടിയും അടക്കം 13,608 കോടി രൂപ കൊടുത്തത് സർക്കാരിന് ഇപ്പോൾ പ്ലെയിൻറ്റിഫ് സർക്കാരിന് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസമാണ് എന്ന് പറഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പാരഗ്രാഫ് നമ്പർ 34, 35, 36 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 34, 35, 37 ഈ 3 ഭാഗങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സമ്പത്തിനെ പോലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം അതിലെ വസ്തുതകൾ വളച്ചൊടിച്ച് ഈ സംസ്ഥാനം വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗുണകരമാണോ എന്നുള്ളത് സ്വയം ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, 34 കോടതി വളരെ കൃത്യമായി പറയുകയാണ്, ഈ നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചത് ഒരു സംസ്ഥാനത്തിന് അങ്ങനെ അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കും, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് കെഞ്ചി എന്ത് ചെയ്യരുതെന്ന്, അങ്ങനെ ഒരു ഇൻറ്ററിം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയല്ല ഡോക്ടർ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ കോടതി പറയുന്നത് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്ത് ഇൻറ്ററിം ആപ്ലിക്കേഷനിൽ ഒരു റിലീഫ് സ്റ്റേറ്റിന് കൊടുത്ത സമയത്ത് അതിനുശേഷം കോടതി പാരഗ്രാഫ് നമ്പർ 35 വളരെ കൃത്യമായി പറയുകയാണ്, there is an arguable point that if we issue interim mandatory injunction in such like cases, it might set a bad precedent in law that would enable the state. കോടതി അത് പറഞ്ഞെന്നുള്ളതല്ല, കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയത്. കേന്ദ്ര സർക്കാർ അവിടെ വാദിച്ചത് അത് വിടേണ്ട ആവശ്യമില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ അവിടെ പറഞ്ഞതാണ്. അത് വിടേണ്ടല്ലോ. സുപ്രീം കോടതി സുപ്രീം കോടതി വക്കീലിനെ ഇവിടെ ഞാൻ സുപ്രീം കോടതി എഴുതി വെച്ച വാചകം എൻ്റേത് ചേർക്കാതെ അങ്ങനെ തന്നെ വായിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ വിരളി പിടിക്കുന്നത്? നിങ്ങൾക്ക് ആരെ ഭയം? സുപ്രീം കോടതി അത് എഴുതി വെച്ചത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാലോ ശ്രീ കൃഷ്ണദാസ്. അതല്ലല്ലോ പ്രശ്നം. എന്താണ് കേന്ദ്രം പറഞ്ഞത്? കേന്ദ്രത്തിന്റെ പേടി എന്തായിരുന്നു? കേന്ദ്രം ഇത് തള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടും അത് തള്ളിപ്പോയില്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. എന്തുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു? എന്നിട്ട് ഈ പറഞ്ഞ 2 ഘട്ടമായിട്ട് കൊടുത്ത പൈസയുണ്ടല്ലോ, ആകെ 13,608 കോടി രൂപ, അതെന്തോ ആനുകൂല്യം കൊടുത്ത പോലെയൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. കേരളത്തിന് ഒരു 5 പൈസ പോലും ഒരു ആനുകൂല്യം കൂടുതലായിട്ട് കേന്ദ്രം കൊടുത്തിട്ടില്ല. നമുക്ക് കിട്ടേണ്ടതാണ്, അത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞു. അത് എന്തിനാണ് ഇപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ശരി, സുഭാഷ് ചന്ദ്രൻ, താങ്കൾ എന്താണ് അവിടെ കണ്ടത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അല്ലല്ല ഡോക്ടർ ലാൽ അങ്ങനെ പോലെ എന്നോട് ചോദ്യം ചോദിച്ച് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അതിന് അങ്ങയുടെ ഒരു നരേഷൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങ് വിട്ടുപോലെ ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ വായിച്ചു. എനിക്ക് 30 സെക്കൻഡ് വേണ്ടി, 20 സെക്കൻഡിന് മതി. ഒറ്റ കാര്യം കൂടി വായിച്ചേക്കാം. അങ്ങ് ചോദ്യത്തിന് ഉത്തരം സുപ്രീം കോടതി ഇതിൻ്റെ പാരഗ്രാഫിൻ്റെ 34-ാം പാരഗ്രാഫിൽ പറയുന്നുണ്ട്. Furthermore, the defendant maintains that restriction on the borrowing is a setup
step towards the betterment of the fiscal health of the state, because it said borrowings are not restricted. The plaintiff position will become more precarious, leading to a vicious circle of deteriorating financial health and increased borrowing to repair the same. എൻ്റെ ലാലെ, നമുക്ക് കണ്ണ് പൊട്ടന്മാരോടും ചെവി കേൾക്കാൻ പറ്റാത്തവരോടും സ്റ്റേറ്റ് വിജയിച്ചു എന്ന് പറയാം. കോടിക്കണക്കിന് റുപ്യ കൊടുത്ത് വക്കീലന്മാരെ വെച്ച് കേസ് വാദിച്ചിട്ട്. ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ, എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്ന ഉത്തരവിനെ അതിന്റെ സത്യസന്ധമായ അർത്ഥത്തിൽ അതിന്റെ എന്താണ് പറയാൻ വന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇതൊക്കെ നേരത്തെയും പറഞ്ഞാണല്ലോ, ഇതേ വാചകം തന്നെയാണല്ലോ നേരത്തെ സുഭാഷ് ചന്ദ്രനും പറഞ്ഞത്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് കേന്ദ്ര സർക്കാർ പൈസ കേരളത്തിന് കൊടുക്കണ്ടാന്നോ, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ടാന്നോ, അതല്ലെങ്കിൽ കടം ഇനി വാങ്ങിക്കാൻ കേരളത്തെ അനുവദിക്കേണ്ടാന്നോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിധിയും വന്നിട്ടില്ല. സുഭാഷ് ചന്ദ്രൻ പറയും. ഞാൻ ഒറ്റ കാര്യം, അദ്ദേഹം ഈ പാരാ നമ്പർ 25, 28, 34 ഒക്കെ വായിക്കുന്ന സമയത്ത് ഈ ഉത്തരവിന്റെ 24 പേജുള്ള ഈ ഇന്നത്തെ ഉത്തരവിന്റെ അവസാനത്തെ ഓപ്പറേറ്റീവ് പോർഷൻ കൂടി അദ്ദേഹം ഒന്ന് വായിക്കണം. അദ്ദേഹം അത് ബോധപൂർവ്വം വായിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് വായിക്കാം. 2 വരിയേ ഉള്ളൂ. It is clarified that the observation made herein above are for the limited purpose of deciding the prayer for ad interim injunction and shall have no bearing on the final outcome of the original suit. അതായത് ഇപ്പോ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്റർലോക്യൂട്ടറി അപ്ലിക്കേഷൻ IA നമ്പർ 6149/2024 കേരളത്തിന്റെ ഇൻജക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ലിക്കേഷനിൽ മാത്രമാണെന്നും ഇത് പ്രധാനപ്പെട്ട സൂട്ടിനകത്ത് ഇതിന് യാതൊരു ബിയറിംഗും ഇല്ല, ഇതിന് യാതൊരു സാധുതയും ഇല്ല എന്ന് കോടതി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത് ഇതിപ്പോ കേരളത്തിന്റെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതിന് വേണ്ടി മാത്രം എടുത്ത പിന്നെ ഘടകങ്ങളാണെന്നും പ്രധാനപ്പെട്ട കേരളത്തിന്റെ സൂട്ട് നേരത്തെ സൂചിപ്പിച്ച ഒറിജിനൽ സൂട്ട് നമ്പർ 1/2024 കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെ കേരളം ഫയൽ ചെയ്തിരിക്കുന്ന സൂട്ടിനകത്ത് ഇത് ബിയറിംഗ് അല്ല, ഇത് പിന്നെ ബാധകമല്ല എന്ന് സുപ്രീം കോടതി തന്നെ അതിന്റെ ഓപ്പറേറ്റീവ് പോർഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വായിക്കാതെ അതിന് മുമ്പുള്ള കോടതി പിന്നെ ആ ഫൈൻഡിങ്ങിലേക്ക് എത്താനുള്ള കാരണങ്ങൾ പിന്നെ വിവിധ കക്ഷികളുടെ അതാണ് ഈ കേസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ്. ആ കേസ് ആ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. അതായത് ഇനിയിപ്പോ 293 പോകണം. ആ നിലയ്ക്ക് കേരളത്തിന്റെ കേസ് വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു എന്നാണ് ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി എല്ലാവർക്കും ഓരോ മിനിറ്റ് വീതം മാത്രമാണ് കർശനമായിട്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ശ്രീ കൃഷ്ണദാസ് താങ്കളിൽ നിന്ന് തന്നെയാണ്, കേരളം ഇനി പ്ലാൻ ബിയിലൂടെയാണ് പോകുന്നത് എന്ന് ഇപ്പോൾ KN ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അത് നിയമപരമായി പോരാട്ടം ഈ രീതിയിൽ തന്നെ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സമരം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പോരാട്ടം സമരപ്പന്തലിൽ മാത്രമല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും പ്രതിഫലിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ നിങ്ങൾക്ക് കേരളത്തിൽ ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നൊരു ആശങ്കയില്ലേ? എൻ്റെ 1 മിനിറ്റിൽ ഇടപെടരുതെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, പാരഗ്രാഫ് നമ്പർ 39 വായിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് ഈ ഉത്തരവ് ഇതിനൊന്നും ബാധിക്കുന്നതല്ല എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങ് പാരഗ്രാഫ് നമ്പർ 37 വായിച്ചിട്ടാണോ 39 വായിച്ചത് എന്നുള്ളത് മാത്രമാണ്. കോടതി പറയാൻ, ഞാൻ അവിടെയും കോടതിയുടെ വാചകം മാത്രമേ വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലാൽ, ടു സം അപ്പ്, വി ആർ ഓഫ് വ്യൂ ദാറ്റ് സിൻസ് ദ പ്ലെയിൻറ്റിഫ് സ്റ്റേറ്റ് ഹാസ് ഫെയിൽഡ് ടു എസ്റ്റാബ്ലിഷ്, പരാജയപ്പെട്ടു, ദ 3 prongs of proving prima facie case, balance of convenience and irreparable injury, state of Kerala is not entitled to the interim injunction as prayed for എന്ന് പറഞ്ഞാൽ കോടതി ഈ പെറ്റീഷൻ തള്ളിക്കൊണ്ട് ഈ കടമെടുപ്പിനെ സംബന്ധിക്കുന്നതോ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാം കോടതി നിരാകരിച്ചു. അതെല്ലാം തന്നെ നേരത്തെ കൊടുത്ത പെറ്റീഷൻ കോടതി തള്ളിയോ? അങ്ങനെ താങ്കൾ അതിനിടെ കൂടെ പറഞ്ഞത് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇടപെട്ടല്ലേ പറ്റൂ. താങ്കൾ ഇത്രയും പ്ലെയിൻ ആയിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ഈ പെറ്റീഷൻ തള്ളി എന്ന് തന്നെയാണ്. ഈ പെറ്റീഷൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്, തള്ളി എന്ന് തന്നെയാണ്. കേസ് തള്ളണമെന്ന കേന്ദ്രത്തിന്റെ വാദം ഒട്ടും അംഗീകരിച്ചിട്ടില്ല. ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു എന്നാണ്. കേസ് തള്ളിയാൽ പിന്നെ കോടതിയിൽ പോകാൻ പറ്റില്ലല്ലോ, ഈ രീതിയിൽ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പറ്റില്ലല്ലോ. അത് ശരിയല്ല. താങ്കളുടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ദയവായി ക്ഷമിക്കുക. എനിക്ക് ഷെൻ ശ്രീകുമാറിലേക്ക്, ഷെൻ ശ്രീകുമാർ, ഇല്ല സമയമില്ല, ഒട്ടുമില്ല. ഷെൻ ശ്രീകുമാർ, നിയമ പോരാട്ടവും സമരവുമുണ്ട്. സമരത്തിനും നിയമ പോരാട്ടത്തിനും ഒന്നും ഒരുമിച്ച് നിന്നില്ലെങ്കിലും മാറി നിന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും സർക്കാരിന്റെ ഈ വാദത്തിൽ നിൽക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്?
ലാലെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, എൻ്റെ സമയം എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞത് ഈ പെറ്റീഷൻ തള്ളിയെന്നാണ്, ഹർജി തള്ളിയെന്നല്ല. ഹർജിയുടെ കാര്യത്തിൽ ഹലോ പറയൂ ശ്രീ എൻ ശ്രീകുമാർ പറയൂ. ഹർജിയുടെ കാര്യത്തിൽ എൻ ശ്രീകുമാർ പറയൂ, ദയവായി ശ്രീ കൃഷ്ണദാസ്. അതായത് കേരളത്തിൻ്റെ പദ്ധതി ചെലവിൻ്റെ 55% ചിലവാക്കി 45% പാഴാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പം. ഇനിയിപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞു, വിഷുവിനും പെരുന്നാളിനൊന്നും പൈസ ശമ്പളം കൊടുക്കാനോ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ ഒന്നും പണമില്ലാത്തൊരവസ്ഥയിൽ സുപ്രീം കോടതി പറഞ്ഞ 5000 കോടി രൂപ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ കേരളത്തിൻ്റെ വിജയമാണെന്ന് പറയുകയും കേരളത്തിൻ്റെ സാമ്പത്തികമായി മേപ്പോട്ട് നോക്കിയിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണിത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഉത്സവകാലത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് കാലമാണ്. സുപ്രീം കോടതി ഞങ്ങളുടെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിഷു ആഘോഷിക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും പണമുണ്ടോ? റേഷൻ കൊടുക്കാൻ പണമുണ്ടോ? ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ടോ? 4-5 മാസത്തെ കുടിശ്ശിക കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് പദ്ധതി ചെലവ്? ശരി, അപ്പോഴും കേന്ദ്രത്തിൽ നിന്നൊന്നും വാങ്ങിച്ചെടുക്കാൻ എന്ത് ചെയ്യുന്നു, എന്താണ് ഒരു ചെറുവിരലെങ്കിലും അനക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയാനില്ല. ആ കുറ്റപ്പെടുത്തൽ മാത്രം തന്നെയാണ് വീണ്ടും കേൾക്കാനുള്ളത്. ശ്രീ സമ്പത്ത്, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട ശ്രീ ശിവകുമാർ ചർച്ച ആരംഭിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞുവല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല ആ പറഞ്ഞ വാചകം. രണ്ടാമത്തെ കാര്യം, അഭിഭാഷകൻ കൂടിയായിട്ടുള്ള BJP വക്താവിലൂടെ ഈ ഹർജി തള്ളിയെന്നോ, ഹർജി എന്ന് പറഞ്ഞാൽ പെറ്റീഷനാണ്, പെറ്റീഷൻ തള്ളിയെങ്കിൽ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടില്ല. നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ഈ ഭരണഘടനയും നിയമവും എല്ലാം അറിയാവുന്നവരൊന്നുമല്ല. ദയവ് ചെയ്ത് നമ്മളിങ്ങനെ ഈ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് പറയരുത്. ഒരു IAS സംബന്ധിച്ചുള്ളൊരു കാര്യം, അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഓപ്പറേറ്റീവ് പാർട്ട് ഒരു കോടതി ഉത്തരവിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ അത് സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ബാധകമല്ല എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? മറ്റൊരു കാര്യം, ഈ വരാനിരിക്കുന്ന കാലത്തേക്ക് കൂടി ഈ പറയുന്ന ബാധ്യത കേരളം ഏറ്റുവാങ്ങിയില്ല എന്നാർക്കെങ്കിലും പറയാനുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്, കേരളം ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുക തന്നെ ചെയ്യും. സാമ്പത്തികമായ പ്രയാസങ്ങൾ കേരളത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേരളം അതുകൊണ്ട് ആരുടെയും ശമ്പളവും പെൻഷനും ഒന്നും മുടക്കുക 19 മാസക്കാലം പെൻഷനുകൾ കൊടുക്കാതിരുന്ന, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാതിരുന്ന ഒരു കാലത്ത് നിന്ന് ആ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ആ പെൻഷൻ തുകയിലും 3 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഇതെല്ലാം കൊടുത്ത് തന്നെ തീർക്കും. ഇന്ത്യയിൽ അത്തരത്തിൽ അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്ന ഗവൺമെൻറ് തന്നെയായിരിക്കും കേരളത്തിലെ LDF ഗവൺമെൻറ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ 30 സെക്കൻഡ് ദയവായി. ശരി, സുഭാഷ് ചന്ദ്രനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്, കടമെടുപ്പാണ്, പൊതുകടത്തിൻ്റെ കാര്യത്തിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അത് പാലിക്കാത്തവർ കേരളത്തെയും അതുപോലുള്ള സംസ്ഥാനങ്ങളെയും മുറുകെ പിടിച്ച് ഞെരുക്കി ജനങ്ങളെ കഷ്ടത്തിലാക്കാൻ ശ്രമിക്കുന്നത്. നിയമം പാലിക്കുന്നുമില്ല, എന്നാൽ സംസ്ഥാനങ്ങൾ അത് പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. അത് മനസ്സിലാകുന്നില്ല. ആ കാര്യത്തിൽ ഒരു ഇളവ് ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി ഇളവുകൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലാണ് കോടതി കയറേണ്ടി വരുന്നത് കേരളത്തിന്. കേരളത്തിൽ ആരൊക്കെ ഉണ്ടാകും അങ്ങനെ കോടതി കയറുമ്പോൾ സർക്കാരിൻ്റെ കൂടെ എന്നാണ് ഇനി അറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, എൻ ശ്രീകുമാർ, പി കൃഷ്ണദാസ്, സുഭാഷ് ചന്ദ്രൻ. ന്യൂസ് അവസാനിക്കുന്നു.